ഹലോ, കുട്ടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് അഗസ്തിപ്പൂ തോരൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് അഗസ്തിപ്പൂ, എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുവാണ്. അതിന് വേണ്ടുന്ന സാധനം തേങ്ങാപ്പീര, ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുവാണ്. അതിൽ 2 പച്ചമുളകുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, 2 മുട്ടയുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇത് തിരുമ്മി യോജിപ്പിക്കാം. നമുക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. നമുക്ക് കടു പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ഇവിടെ നിന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തിരുമ്മി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അഗസ്തിപ്പൂവും ഉപ്പും കൂടെ ചേർത്ത് തേങ്ങാപ്പീരയും കൂടെ ചേർത്തതാണ് അതിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിച്ചെടുക്കാം. അപ്പം നമ്മുടെ തോരൻ ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഒരു തോരനാണ്. നമ്മുടെ മുട്ട 2ഉം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചിക്കിയെടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. എല്ലാവരും നോക്കിയിട്ട് വേണം. ഉപ്പ് ഞാൻ 2ാമത് ഇട്ടതാണ്, ശകലം കൂടെ. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് ചിക്കിയെടുത്തു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇത് നമ്മൾ മുട്ട ഇടാതെ കുറച്ച് മാറ്റിയതാണ്, നോമ്പുള്ളവർക്ക് വേണ്ടിയിട്ട്. പിന്നെ മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ പകുതി ഇഞ്ഞ് മാറ്റിയാൽ മതി. എന്നിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ചിക്കി എടുത്താൽ മതി. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഇപ്പം നമ്മുടെ അഗസ്തിപ്പൂ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വെച്ച് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.